മലയാള പത്രമാധ്യമങ്ങളിൽ വലിയ ത്യാഗം സഹിക്കേണ്ടി വന്ന പത്രമാണ് ജന്മഭൂമിയെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. ജന്മഭൂമി സുവർണ ജയന്തി ആഘോഷത്തിന്റെ സ്വാഗത സംഘം ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജന്മഭൂമിയെ കേരളത്തിലെ ഒന്നാമത്തെ പത്രമാക്കി മാറ്റേണ്ടത് നാടിനെ സ്നേഹിക്കുന്നവരുടെ ആവശ്യമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ജന്മഭൂമി വളർന്നാൽ അധാർമിക ശക്തികൾക്കുണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ച് മനസ്സിലാക്കിയവർ പത്രത്തെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തി. അടിയന്തരാവസ്ഥക്കാലത്ത് ക്രൂരമായ നടപടി നേരിടേണ്ടി വന്നു. ജന്മഭൂമിക്ക് 50 വയസ്സ് തികയുമ്പോൾ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ജന്മഭൂമി മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിനും അതേ സ്വീകാര്യത ലഭിക്കുന്നു. കേരളത്തിൽ ബി.ജെ.പി. 2ാം സ്ഥാനത്ത് പോലും എത്തില്ലെന്ന പ്രചാരണത്തെ പിന്തള്ളി കേരളം ദേശീയ പ്രസ്ഥാനത്തെ സ്വീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ജന്മഭൂമി അതിനൊരു വഴികാട്ടിയായിരുന്നെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ഒരുപക്ഷെ ഒരു പത്രമാധ്യമത്തിന് കേരളത്തിൽ ഇത്രയധികം ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ജന്മഭൂമി പത്രത്തിനായിരുന്നു. ജന്മഭൂമി ആരംഭിച്ച കാലം മുതൽക്ക് തന്നെ അതിനോടുള്ള എതിർപ്പ് ഭരണകൂടങ്ങളുടെ ഭാഗത്തുനിന്നും മറ്റ് അതീശ ശക്തികളുടെ ഭാഗത്തുനിന്നും വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. അതിന് കാരണം ജന്മഭൂമി ഈ നാട്ടിൽ വളർന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അധാർമിക ശക്തികൾക്കെല്ലാം ഉണ്ടാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവർ നേരത്തെ മനസ്സിലാക്കി. പത്രമാധ്യമങ്ങളിൽ ഉദാത്തമായ മോഡൽ ജന്മഭൂമിയാണ്. അതിനെ കേരളത്തിലെ ഒന്നാമത്തെ പത്രമാക്കി മാറ്റുവാൻ ബി.ജെ.പി. പ്രവർത്തകർ പ്രതിജ്ഞാബദ്ധമാണ്. സുവർണ ജയന്തി ആഘോഷിക്കുന്ന ജന്മഭൂമിക്ക് പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും സുരേന്ദ്രൻ അറിയിച്ചു. കോഴിക്കോട് കേസരി ഭവനിലെ ജന്മഭൂമി ഓഫീസിലാണ് സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. ജനം, കോഴിക്കോട്.